ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ? നമ്മുടെ പല പല ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഭൗതികമായ ചില സുഖ സൗകര്യങ്ങൾ, അത് എനിക്ക് വേണം, അതെനിക്ക് സംഭവിക്കണം, അല്ലെങ്കിൽ ഞാനിത് ഒന്നാമതാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറ്. നമ്മൾ പലപ്പോഴായിട്ട് അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കുന്നു, മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് അതങ്ങനെ സാധിച്ചൊന്നും കിട്ടാറില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്ര അധികം എഫേർട്ട് എടുത്താലും അങ്ങനെയൊന്നും അത് പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ എത്തിച്ചേരാറില്ല. ചിലപ്പോൾ അത് എത്തിച്ചേരാറേ ഇല്ല. ചിലപ്പോൾ അത് ഇങ്ങനെ സമയമെടുത്തിട്ടായിരിക്കും എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊരു നിരാശ ബാധിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മൈൻഡിൽ നമ്മളതാണ് വിചാരിക്കുന്നത്, എനിക്കിത് കിട്ടും, നാളെ തന്നെ കിട്ടും, അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്കുള്ള ഉത്തരം കിട്ടും. അങ്ങനെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ 2, 3, 4 ദിവസം അല്ലെങ്കിൽ 2, 3 ആഴ്ച കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ നിരാശരാകും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഞാൻ പറയാൻ വരുന്നത്, ഞാൻ പലപ്പോഴായിട്ടും പ്രാർത്ഥിച്ച് കുറച്ച് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡിനെ പറ്റിയിട്ടാണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ 108 എന്നൊരു സംഖ്യയ്ക്ക് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്. നമ്മുടെ മഹർഷിമാരൊക്കെ മന്ത്രജപങ്ങൾ നടത്തുമ്പോൾ അതിന് 108 എന്ന സംഖ്യ 108 വരെയാണ് അവർ ജപിച്ചിരുന്നത്. അതിൽ 1008 അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൽ ഏറ്റവും കുറഞ്ഞത് 108 ആണ്. 108 എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ. അപ്പോൾ നമ്മൾ പ്രെയർ ചൊല്ലുമ്പോഴും നമ്മൾ 108 തവണ നമ്മുടെ ആഗ്രഹം വളരെ ചെറിയ 3 വാക്കുകളിൽ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് 108 തവണ ചെല്ലാൻ ശ്രമിക്കുക. അങ്ങനെ ചൊല്ലുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് നേരം അതിനിരിക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്യും. അതൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക്. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം സാധിച്ചെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ നുണയാവും. എന്നാലും ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, അത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ 108 തവണ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഉൾപ്പെടുത്തുക. അതായത്, എനിക്ക് ജോലി കിട്ടി, താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്. അങ്ങനെ നമ്മുടെ ആഗ്രഹത്തോടൊപ്പം നമുക്കത് കിട്ടിയതായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചേർക്കുക. യൂണിവേഴ്സിനോട്, ഗോഡിനോട് നന്ദി പറയുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ വളരെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വന്നു ചേരാൻ, നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണിത് പറയുന്നത്. എനിക്കിത് പറയണമെന്ന് തോന്നി. ഇത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. നമുക്ക് ആഗ്രഹങ്ങളില്ലാത്തൊരു നിമിഷം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.